നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അത് UAE തന്നെ. ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് UAE സുരക്ഷിതത്വത്തിൽ നമ്പർ 1 ആണ്. എന്നാലോ ഇത്തരം സംഭവങ്ങൾ അനുവദിക്കില്ല. ഇത് ദുബായിയാണ്. ദുബായ് സ്വന്തം നാടാണെന്ന് കരുതി നട്ടപ്പാതിരയ്ക്ക് കൂട്ടയടി നടന്നു. സംഭവം വൈറലായതോടെ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ വീട്ടിൽ കൂട്ടയടി നടത്തിയവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറുകയായിരുന്നു. സംഘത്തെ കൈയോടെ തന്നെ പൊക്കിയിരിക്കുകയാണ് ദുബായ് പോലീസ്. എന്നാൽ പിടിയിലായത് ആഫ്രിക്കൻ സ്വദേശികളായ 7 പേരാണ്. വിദേശ രാജ്യങ്ങളിലെത്തിയാൽ തന്നെ അവിടുത്തെ രീതികൾ അനുസരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ കർശന നടപടികൾ നേരിടേണ്ടി വരും. അതൊക്കെ മലയാളികളെ കണ്ട് തന്നെ പഠിക്കണം. നാട്ടിൽ എന്തൊക്കെ വേൽത്തരങ്ങൾ കാണിച്ചാലും ഗൾഫിലെത്തിയാൽ ഇതുപോലെ പഞ്ചപാവില്ല. അതിനാൽ തന്നെ അവർ ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞേക്കാം. ഇതിനിടെ ദുബായിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു. അർദ്ധരാത്രിയിൽ വസതിയിൽ രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘത്തെ ദുബായ് പോലീസ് കൈയോടെ പിടികൂടി. പിടിയിലായവർ പൊതുസ്ഥലത്ത് വഴക്കിടുകയും വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അസ്വീകാര്യമായ ഇത്തരം പെരുമാറ്റത്തിനെതിരെ ദുബായ് പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതുപോലുള്ള നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ ദുബായ് പോലീസ് ആപ്പിലെ പോലീസ് ഐ സർവീസ് വഴിയോ എമർജൻസി ഹോട്ട്ലൈൻ നമ്പറായ 999 വിളിച്ചോ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകി. കിംവദന്തികൾക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ 2021 UAE ഫെഡറൽ നിയമം നമ്പർ 34 ആർട്ടിക്കിൾ 52 അനുസരിച്ച് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി. പൊതു താൽപര്യത്തിനോ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കോ പൊതുക്രമത്തിനോ പൊതുജനാരോഗ്യത്തിനോ ഹാനി വരുത്തിയാൽ കുറഞ്ഞത് 10 വർഷത്തെ തടവും 1 ലക്ഷം ദിർഹത്തിൽ കുറയാത്ത പിഴയുമാണ് ശിക്ഷ. തെരുവിൽ വാക്കേറ്റത്തിനിടെ യുവാക്കൾ ആയുധങ്ങളുമായി പാർക്ക് ചെയ്തിരുന്ന കാറുകളുടെ ചില്ലുകൾ തകർക്കുന്നതും ബഹളം വയ്ക്കുന്നതും ദൃശ്യത്തിൽ കാണാമായിരുന്നു. പ്രതികൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. അതേസമയം UAE അസഹനീയമായ ചൂട് വർദ്ധിക്കുന്നതിനാൽ വാഹനയാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തി. മുതിർന്നവർക്ക് പോലും സഹിക്കാനാകാത്ത ചൂടിൽ കുട്ടികളെ വാഹനങ്ങളിൽ തനിച്ചാക്കി പോകരുതെന്ന് അബുദാബി പോലീസ് കർശന നിർദ്ദേശം നൽകി. കടയിൽ പോകുന്നതിന് മറ്റുമായി അല്പനേരത്താണെങ്കിൽ പോലും മാതാപിതാക്കൾ കുട്ടികളെ വാഹനത്തിൽ തനിച്ചാക്കുന്നത് വൻ അപകടങ്ങൾക്ക് വഴിവെക്കും. വേനൽക്കാലത്ത് ചൂടായി കിടക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെ തനിച്ചാക്കി പോകുന്നതിന്റെ അപകടം ബോധ്യപ്പെടുത്താൻ അബുദാബി പോലീസ് വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. ഉറങ്ങുന്ന കുട്ടിയെ കാറിൽ തനിച്ചാക്കി ഷോപ്പിംഗ് മാളിലേക്ക് കയറിപ്പോകുന്ന പിതാവിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. ഇങ്ങനെ കാറിനുള്ളിൽ അടയ്ക്കപ്പെടുന്ന കുട്ടികളെ ഇടപെടൽ മൂലം കാർ മുന്നോട്ട് നീങ്ങി അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാഹനത്തിനുള്ളിലെ ചൂട് മൂലം അവർക്ക് ശ്വാസമെടുക്കാനാകാതെ മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട്. മോഷ്ടാക്കളും ഇത്തരം സാഹചര്യങ്ങളെ മുതലെടുത്തേക്കാം. കുട്ടികളെ വാഹനത്തിൽ തനിച്ചാക്കി പോകുന്ന മാതാപിതാക്കൾക്ക് 10 ലക്ഷം ദിർഹം പിഴയും 10 വർഷം തടവും ശിക്ഷ ലഭിച്ചേക്കുമെന്നും പോലീസ് വ്യക്തമാക്കി.